എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മാംഗോ പുഡിംഗ് ആണ്. മാംഗോ ബിസ്ക്കറ്റ് പുഡിംഗ്. മാംഗോയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ മാങ്ങയും ബിസ്ക്കറ്റും കൂടെ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള പുഡിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് തന്നെ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാംഗോ പ്യൂരി എടുത്തിട്ടുണ്ട്. മാംഗോ പ്യൂരി എന്ന് പറയുമ്പോൾ വലിയ സംഭവം ഒന്നല്ല കേട്ടോ. നമ്മുടെ പഴുത്ത മാങ്ങ നമ്മൾ മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് ഏകദേശം 1 കപ്പാണുള്ളത്. ഞാനൊരു വലിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാംഗോ പ്യൂരി ഞാൻ അളന്നപ്പോൾ 1 കപ്പ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 200 ml മിൽക്ക് മെയ്ഡും കൂടെ ആവശ്യമുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് 200 ml ആണ് കേട്ടോ. 1 കപ്പില്ല. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. ഞാനിപ്പോൾ ഇവിടെ 200 ml മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അത് ഈ മാംഗോ പ്യൂരിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണെങ്കിൽ നമ്മുടെ പുഡിംഗ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. മാങ്ങയ്ക്ക് ടേസ്റ്റ് കുറവാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഫ്ലേവറോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഈ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ കളറ് കുറച്ച് കുറവാണ്. ഞാൻ എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കളറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു യെല്ലോ കളർ വരും നമ്മുടെ പുഡിങ്ങിന് കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്ന ഒന്നിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്രീം വേണം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പാത്രത്തിൽ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക ബീറ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇടയ്ക്ക് കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഒരു സ്പൂൺ ചേർക്കുക, എന്നിട്ട് മധുരം നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഐസിങ് ഷുഗർ തന്നെ ചേർക്കാവും നല്ലത്. സാധാരണ പഞ്ചസാര ചേർത്താൽ ചിലപ്പോൾ ക്രീം ഒന്ന് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ലൂസായാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ കേക്കിന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ, പുഡിങ്ങിനല്ല. അതുകൊണ്ട് കുറച്ച് ലൂസായാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം ഇവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാംഗോ പ്യൂരിയും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്തില്ലേ, അതുകൊണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിൽ ഒരു 2 സ്പൂൺ എടുത്തിട്ട് ഈ മാംഗോ പ്യൂരിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാംഗോ പ്യൂരി ഇപ്പോൾ അത്യാവശ്യം ഒരു തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി നമുക്ക് ഈ മാംഗോ പ്യൂരി മുഴുവൻ ഈ വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാംഗോ പ്യൂരിനെ ഒന്നും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യണ നിർബന്ധമില്ല കേട്ടോ. ആദ്യം കുറേശ്ശെയായിട്ട് മാംഗോ പ്യൂരി മുഴുവൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പതുക്കെ കുറേശ്ശെ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വിപ്പിംഗ് ക്രീമിൽ ഇത് മിക്സ് ചെയ്തെടുക്കാനോ ഒരു എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചിട്ട് ഈ മാംഗോ പ്യൂരി കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മളിത് വിപ്പിംഗ് ക്രീമിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭയങ്കര സ്പീഡിൽ ഇളക്കരുത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ആകെ അങ്ങ് ലൂസായി പോകും. അപ്പോൾ നമുക്കത് അത്യാവശ്യം ഒരു തിക്കായിട്ടുണ്ടായിട്ട് തന്നെയാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക വിപ്പിംഗ് ക്രീമിലിട്ടിട്ട് കേട്ടോ. അങ്ങനെ ഇത് കംപ്ലീറ്റ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വേറൊരു കാര്യം, ഇതിന് വിപ്പിംഗ് ക്രീം തന്നെ വേണം നിർബന്ധമില്ല. വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് വേണമെങ്കിൽ തിക്ക് ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അതിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫ്രഷ് ക്രീമൊക്കെ യൂസ് ചെയ്താൽ ഒരുപാടങ്ങ് ലൂസായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തിക്ക് ക്രീം ഇതിന് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ എളുപ്പമാവും, ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഈ പുഡിങ്ങിന് മെയിനായിട്ട് ഉള്ളൊരു സാധനം. അതായത് നമ്മൾ ബിസ്ക്കറ്റാണ് ഇനി യൂസ് ചെയ്യുന്നത്. ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനുള്ള സംഭവമാണ് ഇത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിനേക്കാൾ ഒരിക്കലും ലൂസാവാൻ പാടില്ല കേട്ടോ. ഇനി ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാണ്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാ വേണ്ടിച്ചാൽ എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മാരി ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുണ്ട് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം
കേട്ടോ. പാർലേജിയോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ട്രേയുടെ താഴെ കംപ്ലീറ്റ് ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഗ്യാപ്പുള്ള പോർഷൻസിൽ നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാംഗോ പ്യൂരിയുടെയും വിപ്പിംഗ് ക്രീമിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒഴിക്കണം കേട്ടോ. പിന്നെ ട്രേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റൗണ്ട് ഷേപ്പിലുണ്ട് ട്രേ ആണെങ്കിൽ അതെടുക്കാം. അങ്ങനെ ഏത് ട്രേ എടുത്താലും കുഴപ്പമില്ല. ഒരുപാട് വലിയ ട്രേ എടുത്താൽ ഇത് ചിലപ്പോൾ 2 ലെയർ ആക്കാനേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ അളവ് കേട്ടോ, ഈ ട്രേയിലേക്ക് 3 ലെയറിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ട്രേ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ലെയർ ആക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു ഞാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബദാം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിസ്തയോ നട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വേറെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മോനും എൻ്റെ കൂടെ തന്നെ ഇട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതിലേക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ അടുത്ത ലെയർ ബിസ്ക്കറ്റ് വെക്കാം. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ ആ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാംഗോയുടെ ടേസ്റ്റ് തന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ട ഒരു ടേസ്റ്റ് അല്ലേ മാംഗോയുടെ. അതും ബിസ്ക്കറ്റും പിന്നെ നല്ല തണുത്ത പുഡിംഗ് അല്ലേ, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിന് മുകളിൽ വീണ്ടും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ലെയർ ആട്ടോ, 3ാമത്തെ ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി ബാക്കിയുള്ളത് കംപ്ലീറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നാലും കറക്റ്റ് ആയിരിക്കും, ഒരുപാട് കൂടുതലൊന്നും വരില്ല. എനിക്കിത് കറക്റ്റായിട്ടാണ് വന്നത്. ഈ ഒരു ട്രേയിലേക്ക് 3 ലെയറിന് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ തണുക്കാൻ വെക്കണം. ഫ്രിഡ്ജിൻ്റെ താഴെയാട്ടോ, ഫ്രിഡ്ജിൻ്റെ താഴെ ഒരു 4 മണിക്കൂർ വെക്കുക. ഇത് 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനിത് എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകും. വല്ലാണ്ടങ്ങ് നമ്മൾ ചൈന ഗ്രാസ് ജെലാറ്റിനും ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ വല്ലാണ്ടങ്ങ് നമ്മൾ കയ്യിൽ തൊട്ട് നോക്കി ഒട്ടാത്ത പോലെ ഒന്നാവില്ല, കുറച്ചൊരു ഒട്ടി പിടിക്കും. എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനിതിനിപ്പോൾ കുറച്ച് പിസ്ത സ്ലൈസസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ബദാം ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ സൈഡിൽ മാത്രം ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് വലിയ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് പിസ്ത സ്ലൈസസ് ഇതിന് മുകളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മാംഗോ ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ബിസ്ക്കറ്റിൻ്റെ ലെയർ ആയതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.